എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളാണ്. പ്രവാസികൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം നോർക്കയുടെ കെയർ എന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. കാസ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ ഒരു സ്കീമിന് കീഴിൽ 42 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളാണ് നിലവിലുള്ളത്. അത് APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ആ കാർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും തന്നെ പരിചരണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ, അതായത് ആശുപത്രിയിലുള്ള എല്ലാ ചികിത്സയ്ക്കുമുള്ള ഒരു സാമ്പത്തിക സഹായം നിലവിൽ സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ എല്ലാം തന്നെ ഇതിൻ്റെ ചികിത്സ ലഭ്യമാണ്. എന്നാൽ കൃത്യമായിട്ട് ഇതിനോട് എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളുടെ ലിസ്റ്റ് അത് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റിയുടെ SH ആണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. അല്ല എങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അല്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ ഇവിടെയെല്ലാം തന്നെ ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതാണ്. അപ്പോൾ അവിടെയെല്ലാം തന്നെ ഈ ഒരു ചികിത്സ നമുക്ക് തേടുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ആശുപത്രിയിൽ എത്തിച്ചേരുന്നതിന് 3 ദിവസം മുൻപ് വരെയും അതോടൊപ്പം തന്നെ ആശുപത്രി വാസത്തിനൊക്കെ ശേഷമാണ് എങ്കിൽ 15 ദിവസം വരെയുള്ള കവറേജും ഈ ഒരു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലുണ്ട്. ഇതിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം 1050 രൂപയോളം വരുന്നുണ്ട്. കാരണം ഈ ഒരു തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് വഹിച്ചുകൊണ്ടാണ് ഈ ഒരു 1050 രൂപയൊക്കെ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ വർഷവും നമ്മുടെ ഇൻഷുറൻസ് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും പ്രായപരിധി എന്ന് പറയുന്ന ഒരു മാനദണ്ഡമില്ല. എല്ലാവർക്കും സൗജന്യ ചികിത്സ എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ കവറേജ് ആണ് ലഭിക്കുന്നത്. ഒരു വർഷം, അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വീട്ടിലെ മറ്റാർക്കെങ്കിലും ഒന്നിലധികം വ്യക്തികൾക്കോ എല്ലാം തന്നെ ഈ ഒരു 5 ലക്ഷം രൂപയുടെ കവറേജിൽ ഉൾപ്പെട്ടാണ് ചികിത്സ നൽകുന്നത്. അതായത് നമ്മുടെ ആശുപത്രിയിലെ കൺസൾട്ടേഷൻ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റൂം റെന്റ്, ഡോക്ടറുടെ ഫീസ്, എന്തെങ്കിലുമൊക്കെ സർജറി ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വിവിധ ബില്ലുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഇംപ്ലാന്റേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബില്ലുകൾ ഉണ്ടായിരിക്കും, ICU ചാർജ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് റേഷൻ കാർഡിൻ്റെ പിൻവശത്ത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സീല്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയൊക്കെ സീലുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൽ അംഗങ്ങളാവാൻ സാധ്യതയുണ്ട്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്കിൽ നമ്മുടെ റേഷൻ കാർഡ്, നമ്മുടെ ആധാർ, അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ലഭ്യമാണെങ്കിൽ ആ ഒരു കാർഡൊക്കെ തന്നെ എടുത്ത ശേഷം കൃത്യമായിട്ട് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ബെനിഫിറ്റ് കാര്യങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് സംസ്ഥാന സർക്കാർ കാരുണ്യ ബെനവലന്റ് ഫണ്ട്, അതായത് KBF എന്ന് പറയുന്ന മറ്റൊരു സ്കീം കൂടി ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് സ്കീമിൽ നിന്ന് ഇല്ലാത്തവർക്ക് ഒറ്റത്തവണയായിട്ട് ധനസഹായമായിട്ട് 2 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. അതും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ, അതായത് നമ്മൾ മുൻപ് പറഞ്ഞ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും കാരുണ്യ ബെനവലന്റ് ഫണ്ടിൻ്റെ ആനുകൂല്യം കൂടി ലഭിക്കുന്നതാണ്. നമ്മുടെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഇനി മറ്റേതെങ്കിലുമൊക്കെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളാണ് എങ്കിൽ 3 ലക്ഷം രൂപ വരെയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ധനസഹായ പദ്ധതി നിലവിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പ്രയോജനം നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്കീമുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.